സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തറും ഈജിപ്തും. പാലസ്തീന്റെ തീരദേശ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വേഗത്തിൽ രൂപീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്ത് ഉറപ്പിച്ച വെടിനിർത്തലിന്റെ മധ്യസ്ഥരെന്ന നിലയിലാണ് ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നടപടികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ പിന്തുണയോടെയുള്ള സമാധാന പദ്ധതിയിൽ US വിശദീകരിക്കുന്നു. സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ച നിലയിലാണ്. സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള 20 പോയിന്റ് സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഇരുപക്ഷവും ഇനിയും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി നിലവിൽ പ്രതിസന്ധിയിലാണ്. പദ്ധതിയുടെ ഭാഗമായ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തിക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് പിന്നിലേക്ക് പിൻവാങ്ങണമെന്നും ഹമാസ് തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കൈമാറണം എന്നതുമായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. ഇപ്പോൾ നമ്മൾ നിർണായക നിമിഷത്തിലാണ്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുകയും ഗാസ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നതുവരെ വെടിനിർത്തൽ പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഖത്തറിന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞതാണിത്. വെടിനിർത്തൽ ഉറപ്പിക്കാൻ ദീർഘകാലമായി ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇസ്രയേലും ഹമാസും പരസ്പരം നിബന്ധനകൾ ലംഘിച്ചതായി ആരോപിച്ചിരുന്നതിനാൽ അത് നടന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് നിർണായകമായ ഇടപെടൽ നടത്തിയത്. എന്നാൽ രണ്ടാം ഘട്ടത്തിന്റെ നടപ്പാക്കൽ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ നടപ്പാക്കൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 20 പോയിന്റ് സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണം നടത്തേണ്ടതുണ്ട്. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന അംഗങ്ങൾ ഗാസ വിടാൻ അനുമതിയുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയുടെ ഭരണ ചുമതല വഹിക്കുന്ന രാജ്യാന്തര സമിതിയെ ഈ വർഷം അവസാനത്തോടെ പ്രഖ്യാപിക്കും. ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ ട്രംപ് ആയിരിക്കും. മധ്യപൂർവ്വ ദേശത്തെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും നേതാക്കൾ അംഗങ്ങളാകും. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഈ മാസം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കും. ഗാസയിലെ ദൈനംദിന ഭരണകാര്യങ്ങൾക്കായി പാലസ്തീൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സമിതിയെയും നിയോഗിക്കും. സമാധാനം നിലനിർത്തുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനായി രാജ്യാന്തര സുരക്ഷാ സേനയെ വിന്യസിക്കാനും പദ്ധതിയുണ്ട്. അടുത്ത വർഷം ആദ്യം സേന ഗാസയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കും. അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ശനിയാഴ്ച ബെയ്ത് ലാഹിയയിലും ജബാലിയയിലും നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.